ഇന്ന് പോയ കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ ഒന്ന് സാധിച്ച് കിട്ടി കേട്ടോ. ഇനി ഒന്നും കൂടി വില്ലേജിൽ പോകേണ്ട ഒരു ആവശ്യം വരും. അപ്പോൾ ഇന്ന് പോയ വഴിക്ക് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടു കേട്ടോ. എന്താ പറയുക, എനിക്ക് ഭയങ്കര സന്തോഷം. ഒത്തിരി പേരെ കണ്ട്. അപ്പോൾ നമ്മൾ ഈ ഓഫീസിൽ ഈ ഇത് കാര്യങ്ങളെല്ലാം നടത്തി കഴിഞ്ഞ് ഓഫീസിൽ നിന്നൊക്കെ ഇറങ്ങി പിന്നെ ഞങ്ങളൊരു ബേക്കറി കയറി 2 ഷാർജയൊക്കെ കുടിച്ച് കണ്ണനൊരു ചിക്കൻ റോളൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുത്തു. അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കൊട്ടാരക്കര സ്റ്റാൻഡിൽ വന്ന്. അപ്പോൾ ഞങ്ങൾ കരുനാഗപ്പള്ളിക്കുള്ള ബസ്സിനകത്ത് കയറി ഇരുന്നപ്പോഴത്തേക്ക് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നൊരു ചേച്ചി കേട്ടോ. ചേച്ചി എന്നെ കണ്ടപ്പോൾ ആകെ അങ്ങ് ഭയങ്കര സന്തോഷം. ചേച്ചി പറയാം, ഭഗവാനെ ഞാൻ ഇന്ന് രാവിലെയും കൂടെ ചിന്തിച്ചതേ ഉള്ളൂ, രഞ്ജുവിനെ കാണാൻ എന്താ ഒരു വഴി, ആളെ വിളിക്കാൻ എന്താ ഒരു വഴി, ഇങ്ങനെ ഞാൻ ഭഗവാനോട് പറയുമായിരുന്നു. പക്ഷേ ഭഗവാൻ എൻ്റെ മുന്നിൽ തന്നെ കൊണ്ട് തന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഞങ്ങൾ ഒത്തിരി നേരം സംസാരിച്ചു. കാരണം ചേച്ചി ബസ്സിനകത്ത് കുറച്ച് സമയം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എനിക്കൊരു പുതിയൊരു ചേച്ചിയും കൂടെ കിട്ടി. മീര എന്നാണ് ചേച്ചിയുടെ പേര് കേട്ടോ. എൻ്റെ കാര്യം പ്രത്യേകം പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കണ്ണമ്മോനെ ചക്കവള്ളിയിൽ ഇറക്കിയിട്ട് ഞാൻ പിന്നെ വേറൊരു സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയി. ആ സാധനം എന്താണെന്ന് വെച്ചാൽ, ഞാനും നിങ്ങൾ ഒരുപോലെ എനിക്ക് വാങ്ങിക്കണമെന്ന് ആഗ്രഹിച്ച ആ സാധനം ഞാൻ ഇന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് നിങ്ങൾ പറയണം കേട്ടോ. പിന്നെ ഞാൻ ഫ്രൂട്ട്സ് കടയിൽ കയറി 1 കിലോ ജ്യൂസ് മുന്തിരിയും 1 കിലോ ഏത്തപ്പഴവും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് നേരെ വീട്ടിലോട്ട് പോവുകയാണ്. അധികം ഇങ്ങനെ വെയിലൊന്നും കൊള്ളുന്നില്ലല്ലോ, ഞാൻ എപ്പോഴും പെരയ്ക്കകത്ത് ഇരിക്കുന്നതുകൊണ്ട് ഭയങ്കര ചൂട് കേട്ടോ. അങ്ങനെ വന്ന് ഇതുമെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞ് നേരെ ഇനി വീട്ടിൽ പോവുകയാണ്. അപ്പോൾ ഇന്ന് വീഡിയോ ഇടാൻ അതാ താമസിച്ച് പോയത്, തിരക്കായിപ്പോയി. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും കയറി സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ